ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 5 പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കണം. ഞാൻ പാൽ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ആ പഴമൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ള പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസ് ആയിട്ട് വേണ്ട, കുറച്ച് കട്ടിയിലാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ചിയ സീഡ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പൂവൻ പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം അതുകൂടി ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അനാറ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം ചേർത്ത് കൊടുക്കുന്നത്. നന്നാരി സിറപ്പ്, അതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഡ്രിങ്ക്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക.